ആരാത്? കരടിയമ്മാവ, എന്റെ പേര് ഐഷ. ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. ഏത് മുത്തശ്ശി? ദാ ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട്. അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. അങ്ങോട്ട് പോവാൻ അമ്മാവൻ എന്നെ സഹായിക്കുമോ? അയ്യോ കുഞ്ഞേ, എന്റെ കണ്ണിന് കാഴ്ചയില്ല. കണ്ടില്ലേ? ഏതായാലും സാരമില്ല, ഞാനും കൂടെ വരാം. ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. എപ്പോഴാണ്? എന്താണ് ശബ്ദം? അത് ആനറാഞ്ചി പക്ഷി കരയുന്നതാ. ആനറാഞ്ചി പക്ഷിയോ? ഒറ്റക്കിറങ്ങി പുറപ്പെട്ട മോളുടെ ധൈര്യം സമ്മതിക്കണം. ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ആരും ധൈര്യപ്പെടില്ല. എല്ലാവർക്കും ആനറാഞ്ചി പക്ഷിയെ പേടിയാ. അതിന്റെ മുന്നിലെങ്ങാൻ പെട്ടുപോയാൽ ഏതായാലും മോള് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. മുത്തശ്ശിയെ കാണാതെ ഞാൻ തിരിച്ചു പോകില്ല. മോൾക്ക് മുത്തശ്ശിയെ കാണാൻ അത്രയ്ക്ക് കൊതിയുണ്ടോ? ഒരു വെടിക്ക് 2-3 പക്ഷി. ആരാ മോളെ ചിരിച്ചത്? നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ ഇറങ്ങി പുറപ്പെട്ടതാണല്ലേ? അല്ല ചേട്ടാ, ഞങ്ങൾ മുത്തശ്ശിയെ കാണാൻ പോവുകയാ. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? ഇവർ മൂന്നാളും കൂടി നമ്മളെ വകവരുത്താൻ സൂത്രം ആലോചിക്കുകയാ. എപ്പടി അവരെങ്ങാനും നമ്മളെ കണ്ടാൽ നമ്മുടെ കാര്യം അതോടെ തീർന്നു. ദാ ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട്. അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ദാ അവിടെ. ഇനി രക്ഷയില്ല. തമ്പി ചതിച്ചു. അവൻ നമ്മെ കണ്ടു. ഇനി എന്ത് ചെയ്യും? ഇനി ഒരൊറ്റ വഴിയേ ഇരിക്കുന്നുള്ളൂ. നേരിട്ട് ചെന്ന് കടുവസേട്ടന്റെ കാല് പിടിച്ച് മാപ്പ് சொல்லுക. തമ്പി, അത് കഴിഞ്ഞ വഴി. ഓഹോയ് 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 ഓഹോയ്. നിങ്ങളെല്ലാവരും എന്നെ പിടിച്ചു കൊണ്ടുപോവാൻ വന്നതാണല്ലേ? അണ്ണന്മാരെ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു പാപമാണ്. എന്റെ തോല് ഒന്നിനും കൊള്ളില്ല. എന്നെ വിട്ടേക്കണേ. അത് പിന്നെ പറയണോ? തന്നെയും ഒന്നിനും കൊള്ളില്ലല്ലോ. എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ് പ്ലീസ്. കടുവ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞില്ലേ? ഇവൾ എന്താണ് ഈ പറയുന്നത്? ഒന്നുമേ தெரியாது. എന്നാലേ കടുവച്ചേട്ടൻ അണ്ണന്മാരെ തട്ടാനും വന്നതല്ല, അണ്ണന്മാർ കടുവച്ചേട്ടനെ തട്ടാനും വന്നതല്ല. ആരും ആരെയും തട്ടില്ല, മുട്ടില്ല. ഞങ്ങൾ സത്യമായിട്ട് ഒരു നുണ പറഞ്ഞതാ. അല്ല, സത്യമായിട്ട് മോളെന്തിനായി കാട്ടിൽ വന്നത്? ഞാൻ പറഞ്ഞു തരാം. അവൾ മുത്തശ്ശിയെ കാണാൻ വന്നതാ. ഏത് മുത്തശ്ശി? ദാ ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമില്ലേ? അവിടെയുള്ള മുത്തശ്ശി. പക്ഷേ ഇവൾക്ക് അങ്ങോട്ട് പോകാൻ വഴി അറിയില്ല. നിങ്ങൾ അവളെ ഒന്ന് സഹായിക്കണം. സഹായിക്കാനോ? ഏയ്, ഞങ്ങളില്ല. അവിടെ ആനറാഞ്ചി പക്ഷിയുണ്ട്. ആരുമില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റക്ക് പോകും. എനിക്ക് മുത്തശ്ശിയെ കാണണം, എന്തായാലും കാണണം. ഏയ്, അത് വേണ്ട. മോളുടെ കൂടെ ഞങ്ങൾ വരാം. എന്നാ ഞാനും വരാം, നീയും വരാം. കടുവച്ചേട്ടൻ വരുന്നോ? ഞാൻ വരുന്നില്ല. ഇവിടെ എങ്ങനെ ഒറ്റക്ക് നിന്നാൽ ആനറാഞ്ചി പക്ഷി വന്ന് കൊത്തിക്കൊണ്ടു പോകും. നിങ്ങൾക്ക് അത്ര പേടിയാണെങ്കിൽ ഞാനും വരാം.
ആരാണത്? അതാണ് ആനറാഞ്ചി പക്ഷി. ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. എന്നെ കണ്ടത് കൊണ്ടാ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം. ചുമ്മാതിരിയടേ, മോള് കേട്ടിട്ടില്ലേ ആനറാഞ്ചി പക്ഷിയെ പറ്റി? വലിയ കണ്ണും കൂർത്ത നഖവും പരുപരുത്ത കാലുകളുമുള്ള ഒരു വലിയ പക്ഷി. അത് മുത്തശ്ശിയെ പിടിച്ചു വെച്ചിരിക്കുകയാ. മുത്തശ്ശിയെ കാണാൻ പോയാൽ നമ്മളെയും അത് കൊത്തി തിന്നും. മുത്തശ്ശിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷേ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത്? വേറെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാവരും നിൽക്ക്. ആരും പേടിക്കരുത്, ഞാനും പേടിക്കരുത്. എന്ത് തന്നെ സംഭവിച്ചാലും എല്ലാവരും എന്റെ മുന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കണം. ദൈവമേ, എന്റെ മോളെ. നീ ഏതാ മോളെ? എന്താ ഈ കാട്ടിൽ? ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട്. അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. നിങ്ങൾ എന്നെ സഹായിക്കുമോ? പിന്നെന്താ, സഹായിക്കാമല്ലോ. മുത്തശ്ശി മലയുടെ അടുത്ത് വരെ ഞങ്ങൾ മോളുടെ കൂടെ വരാം. കരടിച്ചേട്ടൻ വരുന്നില്ലേ? ഇല്ല മോളെ, എനിക്കിനി നടക്കാൻ വയ്യ. എങ്കിൽ ശരി അമ്മാവ. വണ്ടി നിർത്തേ, ആള് കയറാനുണ്ടേ. ഒരാനപ്പുറത്ത് കയറി യാത്ര ചെയ്യണമെന്ന് ഒത്തിരി നാളായി വിചാരിക്കുന്നു. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. എന്ത് സുഖം, എന്ത് സുഖം. ആനസവാരി എന്ത് സുഖം, ആനസവാരി എന്ത് സുഖം. ആനച്ചേട്ടന് ഈ കാട് മുഴുവൻ പരിചയമുണ്ടോ? ഞാൻ ഈ കാട്ടിൽ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഈ കയറ്റം കയറാനാവില്ല. മാത്രമല്ല അവിടെ ഒരു ആനറാഞ്ചി പക്ഷിയുമുണ്ട്. എനിക്ക് പേടിയാകുന്നുണ്ടോ എന്നൊരു സംശയം. നീ ധൈര്യമായിരിക്കും. ഇത് കണ്ടോ? സൂക്ഷിച്ചു പോകണം. ദൈവം നിങ്ങൾക്ക് കാവലുണ്ടാകും. വാ, നമുക്ക് പോകാം. എന്നെ കൊണ്ടിനി ഒരടി നടക്കാൻ വയ്യ. ഒരു അടി വെച്ച് തന്നാലുണ്ടല്ലോ. അല്ലെങ്കിൽ താൻ ഇവിടെ ഇരിക്കി, ഞങ്ങൾ പോയിട്ട് വരാം.
ഒരു വലിയ ഗുഹ. ഗുഹ. ചിലപ്പോൾ മുത്തശ്ശി ഇതിനുള്ളിൽ ആയിരിക്കും. ഇനിയുള്ള ഓരോ കാലടിയും സൂക്ഷിച്ചു വേണം. ഇത്ര പെട്ടെന്ന് രാത്രിയായോ? ആമാ, അതാ മുത്തശ്ശിയുടെ അത്ഭുത മരം. ആ അത് തന്നെ പൂമ്പാറ്റപ്പെണ്ണ് പറഞ്ഞ അത്ഭുത മരം. അതിനുള്ളിലായിരിക്കും മുത്തശ്ശി. എവിടെ ആനറാഞ്ചി പക്ഷി? എവിടെ? എവിടെയും കാണാനില്ല. ചിലപ്പോ എന്നെ കണ്ട് പേടിച്ച് പോയിട്ടുണ്ടാവും. ആനറാഞ്ചി പക്ഷി വന്നാൽ ഇത് കണ്ടോ, ഒറ്റ വെടിയാ. ഡിഷും ഡിഷും ഠേ ഠേ. പിന്നെ അവന്റെ പൊടി പോലും കാണില്ല. സൂക്ഷിച്ചു